ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ ഷാജിമോൻ ബാംഗ്ലൂർ ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ക്ലേശം വരും നേരമെല്ലാം ക്രൂശിൽ എൻ പ്രശംസയാ യേശു കൂടെയുണ്ടെന്നാകിൽ തുമ്പമെല്ലാം ഇൻപമാ ജീവനൻ പേർക്കായി വേടിഞ്ഞ നാഥനെ ഞാൻ പിൻചെല്ലും എല്ലാരും കൈവിട്ടാലും കൃപയാൽ ഞാൻ പിൻചെല്ലും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഇന്ന് രാവിലെ യിരെമ്യാ പ്രവചനം 18-ാം അധ്യായത്തിൽ നിന്ന് ചില ചിന്തകൾ നിങ്ങളോട് ഒരുമിച്ച് പങ്കുവെക്കുവാനാണ് ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നത്. യിരെമ്യാ പ്രവചനം 18-ാം അധ്യായം യഹൂദയുടെ പാപത്തെക്കുറിച്ച് ദൈവം അവരോട് യിരെമ്യാവ് മുഖാന്തരം അരുളി ചെയ്യുന്ന കാര്യങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്താണ് യഹൂദയുടെ പാപം? 18-ാം അധ്യായം 15-ാം വാക്യത്തിൽ വ്യക്തമാക്കുന്നു, എൻ്റെ ജനമോ എന്നെ മറന്ന് മിഥ്യാമൂർത്തികൾക്ക് ധൂപം കാട്ടുന്നു. അതുകൊണ്ട് ദൈവം യിരെമ്യാവ് മുഖാന്തരം അവർക്ക് ഒരു ദൃഷ്ടാന്തത്തിലൂടെ മുന്നറിയിപ്പ് നൽകുന്നതാണ് ഈ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ കുശവൻ പാത്രം ഉണ്ടാക്കുന്ന ചിത്രമാണ്. ദൈവം യിരെമ്യാവിനോട് പറയുകയാണ്, നീ കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക, അവിടെ നിനക്ക് ഒരു പാഠം പഠിക്കുവാനുണ്ട്. യിരെമ്യാവ് അതനുസരിച്ച് കുശവന്റെ വീട്ടിലേക്ക് ചെന്നു. അവിടെ കുശവൻ ചക്രത്തിന്മേൽ വേല ചെയ്യുന്നതാണ് അവൻ കണ്ടത്. യിരെമ്യാവ് ശ്രദ്ധിച്ച് ആ വേല നോക്കുകയാണ്. കുശവൻ കളിമണ്ണുകൊണ്ട് ഉണ്ടാക്കിയ പാത്രം ചീത്തയായി പോയി. ഉടൻ കുശവൻ ആ പാത്രം എടുത്ത് കുഴച്ച് തനിക്ക് ഇഷ്ടമുള്ളതുപോലെ മറ്റൊരു പാത്രമായി രൂപപ്പെടുത്തി. ശ്രദ്ധിക്കുക, കുശവന് ഒരു ഉദ്ദേശമുണ്ട്. അവൻ ഉണ്ടാക്കുന്ന പാത്രം ഉപയോഗപ്രദമായിരിക്കണം. ഇവിടെ കുശവന് ആ മണ്ണിന്മേൽ അധികാരമുണ്ട്. അതിനെ എങ്ങനെ പണിയുവാനും തനിക്ക് സാധിക്കും. അതുപോലെ ദൈവം പരമാധികാരിയാണ്. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഇസ്രായേലിനെ തകർക്കുവാനും ഇസ്രായേലിനെ പണിയുവാനും ദൈവത്തിന് സാധിക്കും. ഇസ്രായേൽ ജനം തങ്ങളുടെ പാപത്തെ ഓർത്ത് അനുദപിക്കാത്ത പക്ഷം ദൈവം അവരെ ന്യായം വിധിക്കുമെന്ന് താക്കീത് നൽകുന്നു. യെശയ്യാ പ്രവചനത്തിലും ഇതിന് സമാന്തരമായ വാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. 29-ാം അധ്യായം 16-ാം വാക്യം ശ്രദ്ധിക്കുക. അയ്യോ, ഇതെന്തൊരു മറിവ്! കുശവനും കളിമണ്ണും ഒരുപോലെ എന്ന് വിചാരിക്കാമോ? ഇല്ല, കുശവൻ തനിക്ക് ബോധിച്ചതുപോലെയാണ് പാത്രം മെനയുന്നത്. യെശയ്യാ പ്രവചനം 45:9 മനയുന്നവനോട് കളിമണ്ണ്, നീ എന്തുണ്ടാക്കുന്നു എന്ന് പറയുമോ? ഇല്ല, കുശവനാണ് അധികാരം. അതുപോലെ ദൈവം കുശവന്റെ സ്ഥാനത്തും നാം കളിമണ്ണിന്റെ സ്ഥാനത്തുമാണ്. നമുക്ക് ദൈവത്തോട് പറയാം, അങ്ങയുടെ ഇഷ്ടം പോലെ എന്നെ മെനയണമേ എന്ന്. രണ്ടാമതായി 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിന് ക്ഷമിക്കാൻ കഴിയുമെന്ന് ദൈവം ഈ ദൃഷ്ടാന്തത്തിലൂടെ ഇസ്രായേലിന് അറിവ് കൊടുക്കുകയാണ്. യിരെമ്യാവിന് ലഭിച്ച സന്ദേശം എന്തെന്നാൽ, ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് ഇസ്രായേലിനെ തകർത്ത് കളയുവാനും വീണ്ടും പണിയുവാനും ഇസ്രായേലിന്റെ മേൽ ദൈവത്തിന് അധികാരമുണ്ട്. ഇസ്രായേലിന്റെ ഭാവി ദൈവത്തിന്റെ ശക്തിയുള്ള കരങ്ങളിലാണ്. റോമാലേഖനം 9-ാം അധ്യായം 20-21 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അയ്യോ മനുഷ്യ, ദൈവത്തോട് പ്രത്യുത്തരം പറയുന്ന നീ ആര്? മനഞ്ഞിരിക്കുന്നത് മനഞ്ഞവനോട് നീ എന്നെ ഇങ്ങനെ ചമച്ചത് എന്ത് എന്ന് ചോദിക്കുമോ? അല്ല, കുശവൻ അതേ പിണ്ടത്തിൽ നിന്ന് ഒരു പാത്രം മാനത്തിനും മറ്റൊരു പാത്രം അപമാനത്തിനും ഉണ്ടാക്കുവാൻ മണ്ണിന്മേൽ അധികാരമില്ലയോ? ദൈവം പരമാധികാരിയാണ്. തനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഒക്കെയും പ്രവർത്തിക്കാൻ കഴിയും. 18-ാം അധ്യായം 8-ാം വാക്യം, ഇസ്രായേൽ അനുദപിച്ച് മടങ്ങി വന്നാൽ ഇസ്രായേലിന് ദൈവം വരുത്തുവാൻ നിരൂപിച്ച ശിക്ഷയിൽ നിന്ന് ദൈവം വിടുതൽ നൽകും. ഇല്ല എങ്കിൽ അവർ ശിക്ഷിക്കപ്പെടും.
ദൈവത്തിന്റെ ശിക്ഷ സഹിക്കവയ്യാത്തതായിരിക്കും. എബ്രായ ലേഖനം 12:29 നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ എന്നാണ് നാം കാണുന്നത്. നമ്മുടെ പരാജയങ്ങൾ, തെറ്റുകൾ, പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്ന് ശിക്ഷയിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. മൂന്നാമതായി, ദൈവം വീണ്ടും അവർക്ക് മാനസാന്തരപ്പെടുവാൻ അവസരം നൽകുന്നു. 9-10 വാക്യങ്ങൾ. ഒരു ജാതിയെക്കുറിച്ചോ രാജ്യത്തെക്കുറിച്ചോ ദൈവം അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞിട്ട് അവർ ദൈവത്തിന്റെ പ്രമാണം അനുസരിച്ച് നടന്നില്ലെങ്കിൽ, അവർ ദൈവത്തിൽ നിന്ന് അകന്നുപോയാൽ ദൈവം അനുഗ്രഹങ്ങൾ നൽകുകയില്ല. മാത്രമല്ല, ദൈവത്തിന്റെ ന്യായവിധിയിൽ നിന്നും അവർക്ക് ഒഴിഞ്ഞു മാറുവാൻ സാധിക്കുകയില്ല. ഇസ്രായേൽ തങ്ങളുടെ പാപങ്ങളെ വിട്ടു തിരിയാതിരുന്നതിനാൽ അവരുടെ അനുഗ്രഹങ്ങൾ നഷ്ടമായി പോയി. അവർ കഠിനമായി ശിക്ഷിക്കപ്പെട്ടു എന്നുള്ളത് ഇസ്രായേലിന്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പാപത്തോട് ദൈവത്തിന് ഒരു വിട്ടുവീഴ്ചയുമില്ല. ഇത് നമുക്ക് നൽകുന്ന വലിയ ഒരു ആത്മീക പാഠമാണ്. മാനസാന്തരപ്പെട്ട് പാപം ഏറ്റുപറഞ്ഞാൽ ദൈവം ക്ഷമിക്കും. 1 യോഹന്നാൻ 1:9 നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കോണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. നമ്മെ സ്വയം പരിശോധിച്ച് നമ്മുടെ പാപങ്ങളെ ദൈവം മുമ്പാകെ ഏറ്റുപറഞ്ഞ് വിശുദ്ധിയോടുകൂടെ ജീവിക്കുവാൻ സർവകൃപാലുവായ ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ്. ദൈവമക്കളായ നാം യഥാർത്ഥമായി ദൈവത്തിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നുണ്ടോ? ഇസ്രായേലിന്റെ പതനത്തിന് പലപ്പോഴും മുഖാന്തരമായത് അവരുടെ അവിശ്വാസമാണ്. നാമും ഇന്ന് ഏതാണ്ട് ആ സ്ഥിതിയിലല്ലേ എത്തിയിരിക്കുന്നത്? യഥാർത്ഥമായ വിശ്വാസം, അതായത് വിശുദ്ധ പൗലോസ് തിമോഥെയോസിനോട് പറയുന്ന നിർവ്യാജ വിശ്വാസം നമുക്കുണ്ടോ? പ്രതിസന്ധികളിൽ ദൈവത്തിൽ ആശ്രയിക്കുകയും സമൃദ്ധിയിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യുന്ന അവസ്ഥയല്ലേ നമുക്കുള്ളത്? ഒരു വസ്തുത ഞാൻ ഓർപ്പിക്കട്ടെ. പ്രതിസന്ധികളും സമൃദ്ധിയും വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ കഴിയുന്നതാണ് യഥാർത്ഥമായ ക്രിസ്തീയ ജീവിതം. ഏതൊരു സാഹചര്യത്തിലും വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായിരിക്കുന്നു എങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. 1 തിമോഥെയോസ് 1:18 പൗലോസ് തിമോഥെയോസിനോട് പറയുന്നത്, നീ വിശ്വാസവും നല്ല മനസാക്ഷിയും ഉള്ളവനായി ദൈവവചനം അനുസരിക്കുക. വിശ്വാസമുണ്ടെന്ന് പറയുന്ന വിശ്വാസി ദൈവത്തെ അനുസരിക്കണം. വിശ്വാസവും അനുസരണവും ഒരുമിച്ച് പോകേണ്ട 2 ഘടകങ്ങളാണ്. ഇതില്ലാതെ വരുമ്പോഴാണ് ക്രിസ്തീയ ജീവിതം താറുമാറാകുന്നത്. വിശ്വാസം എന്ന് പറയുന്നത് ഒരു ഫീലിംഗ് അല്ല, വിചാരമല്ല, അത് യാഥാർത്ഥ്യമാണ്. വിശ്വാസം അഗ്നി പോലെയാണ്, അതിന് ശക്തിയുണ്ട്. വിശ്വാസം പൈശാചിക ശക്തികളെ തകർത്ത് കളയുന്നതാണ്. വിശ്വാസത്താൽ ദൈവത്തിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതിന് അനേക ഉദാഹരണങ്ങൾ ദൈവവചനത്തിലുണ്ട്. ഈ വിശ്വാസം ദൈവം മൺപാത്രങ്ങളിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അത് തകർന്നു പോകാതെ സൂക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കാണുള്ളത്. വിശുദ്ധ പൗലോസ് തിമോഥെയോസിന്റെ 2-ാം ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ അങ്ങനെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. വിശ്വാസം ദൈവം നമുക്ക് ദാനമായി തന്നതാണ്. അത് സൂക്ഷിക്കുവാനുള്ള കടപ്പാട് നമുക്കുണ്ട്. നാം വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നമ്മെ തന്നെ പരിശോധിച്ചു നോക്കാം. വിശ്വാസത്തിൽ പൂർണ്ണതയുള്ളവരായി നമുക്ക് നല്ല യുദ്ധസേവ ചെയ്യാം. വിശ്വാസവും അനുസരണവും ഇല്ലാതെ വന്നാൽ ദൈവം നമ്മെ തകർത്ത് കളയും എന്ന യാഥാർത്ഥ്യം നാം ഉൾക്കൊണ്ടുകൊണ്ട് ദൈവജനമേ മാനസാന്തരപ്പെട്ട് വിശ്വാസത്തിലേക്കും അനുസരണത്തിലേക്കും മടങ്ങി വരണം. അവിശ്വാസവും അനുസരണക്കേടുമാണല്ലോ പാപം. ഹോശേയ-പ്രവചനം 6-ാം അധ്യായം 7-ാം വാക്യത്തിൽ നാം അത് കാണുന്നുണ്ട്. അതാണ് ആദാമി പാപം. ആ പാപത്തിൽ നിന്ന് ദൈവം നമ്മെ വിടുവിച്ചു. ദൈവം നമ്മെ ഏത് ഉദ്ദേശത്തിനായി വീണ്ടെടുത്തുവോ അത് നിവർത്തിക്കുവാൻ നമ്മെ തന്നെ പൂർണ്ണമായും ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. എന്നെ ശ്രവിക്കുന്ന ആരെങ്കിലും ഇതുവരെയും യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, വിശ്വസിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങൾ മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവത്തിന് പ്രയോജനമുള്ള പാത്രങ്ങളായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ. പ്രിയ ദൈവജനമേ, നമ്മെ പരിശോധിച്ച് ദൈവകരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം. കർത്താവിനോട് നമുക്ക് പറയാം, കർത്താവേ, ഞാൻ അങ്ങയുടെ കയ്യിലെ
കളിമണ്ണ് മാത്രമാണ്. അങ്ങയുടെ ഹിതം പോലെ എന്നെ പണിയണമേ, തിരുഹിതം പോലെ എന്നെ ഉപയോഗിക്കണമേ, അങ്ങയുടെ ഹിതത്തിനൊത്തവണ്ണം പ്രയോജനമുള്ള ഒരു മാനപാത്രമാക്കി എന്നെ തീർക്കണമേ എന്ന് നമുക്ക് കർത്താവിനോട് പറയാം. അങ്ങനെ നമ്മെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ദൈവമഹത്വത്തിനായി ജീവിക്കാം. അതിനായി ഈ ചിന്തകൾ മുഖാന്തരമായി തീരട്ടെ. ഈ ചിന്തകളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ.